അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ നമ്മുടെ ഐഷുമ്മയെ നമ്മുടെ സുമി സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവൾ അവിടെ ഡോക്ടേഴ്സിനോടും അവിടുത്തെ മാനേജ്മെൻറ്റിനോടും സ്റ്റാഫുകളോടുമെല്ലാം പറഞ്ഞു, എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉമ്മക്ക് ഒരു കുറവും വരുത്തരുത്, നിങ്ങൾ വേണ്ട പോലെ നോക്കണം. ഞാൻ എന്നും രാവിലെയും വൈകിട്ടും ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്ത് പോയിക്കോളാം. ഉമ്മാക്ക് യാതൊരു കുറവും നോക്കാതെ നിങ്ങൾ നോക്കണം. അപ്പോൾ അവിടുത്തെ സ്റ്റാഫും മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഡോക്ടേഴ്സും പറഞ്ഞു, കാരണം അവരോട് എല്ലാ കാര്യവും നമ്മുടെ സുമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയും അതുപോലെ തന്നെ അവരുടെ ഐഷുമ്മയുടെ അവസ്ഥയും മക്കളുടെ കാര്യവും എല്ലാം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സും മാനേജ്മെൻറ്റും എല്ലാം അവൾ ഇങ്ങനെയൊരു ആവശ്യം പറഞ്ഞപ്പോൾ സമ്മതിക്കുകയും ചെയ്തു. കാരണം ഐഷുമ്മയെ കിടത്തിയിരിക്കുന്നത് ICUവിലാണ്. ICUവിൽ വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട് കൂടിയാണ് അവർ കിടക്കുന്നത്. ബോധവും ഒന്നുമില്ല, ആരെങ്കിലും വന്നാൽ അറിയുകയുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ആർക്കും പുറത്തുനിന്ന് പ്രവേശനവുമില്ല. നഴ്സുമാരും ഡോക്ടേഴ്സും മാത്രമേ അതിൻ്റെ അകത്ത് പ്രവേശിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നിട്ടും കാര്യമില്ല, ഞങ്ങൾ വേണ്ടത് പോലെ ചെയ്തോളാം, നിങ്ങൾ ധൈര്യമായി വീട്ടിലേക്ക് പോയിക്കോളൂ. അപ്പോൾ സുമി അവരോട് പറഞ്ഞു, പണത്തിൻ്റെ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, അതിന് ഒരു കുറവും ഉണ്ടാകില്ല. നിങ്ങൾ ഉമ്മയെ പൊന്നുപോലെ നോക്കി ഉമ്മയെ ഞങ്ങൾക്ക് ആദ്യത്തെ പോലെ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ഇവിടെ ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ചികിത്സയായിരിക്കും നിങ്ങളുടെ ഉമ്മാക്ക് കിട്ടുന്നത്, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. സുമി ഇറങ്ങിയപ്പോൾ അവിടെയുള്ള നഴ്സുമാരും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു മരുമക്കളെ കിട്ടാനും വേണം. ഈ ഉമ്മ എന്ത് പുണ്യമാണ് ചെയ്തത് ആവോ. കാരണം മക്കളും വേണ്ടപ്പെട്ടവരും ഉണ്ടായിട്ടും അവരൊന്നും തിരിഞ്ഞു നോക്കാതെ പുറത്താക്കിയ മരുമകളാണ് ഇപ്പോൾ അവരെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു മരുമകളെ കിട്ടാനും വേണം ഭാഗ്യം എന്ന് അവരെല്ലാം പരസ്പരം സംസാരിച്ചു. അങ്ങനെ നമ്മുടെ സുമി അബൂബക്കറിക്കയുടെയും ജുമാനയുടെയും അടുത്തെത്തി. അവർ ഫിസിയോതെറാപ്പി റൂമിലായിരുന്നു. ഫിസിയോതെറാപ്പി അബൂബക്കറിക്കാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നും ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് ചെയ്ത് പോകണം എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ കൂടെ എക്സസൈസും കാര്യങ്ങളും എല്ലാം അവിടുന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കറക്റ്റ് അതുപോലെ ചെയ്യണമെന്നും എല്ലാം ശ്രദ്ധിക്കണമെന്നും ജുമാനയോടും സുമിയോടും അവിടുത്തെ നഴ്സും ഡോക്ടറും എല്ലാം പറഞ്ഞു. കണ്ടതും ജുമാനയും അബൂബക്കറിക്കയും ചോദിച്ചു, മോളെ, നീ ഇത്ര സമയം എവിടെയായിരുന്നു? കുറേ നേരമായല്ലോ മരുന്നിന് പോയിട്ട്. ഞങ്ങൾ അപ്പോഴേക്കും ഇത് നമ്മുടെ ഫിസിയോതെറാപ്പിയും എല്ലാം ചെയ്ത് തീർക്കാമെന്ന് കരുതി, നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ സുമി പറഞ്ഞു, ഉപ്പ, ഞാൻ വരുന്ന വഴി എൻ്റെ ഒരു ഉറ്റ സുഹൃത്തിനെ കണ്ടു. അവളുടെ ഉമ്മ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പം അവരുടെ അടുത്തൊന്ന് പോയി അവരെ ഒന്ന് കണ്ടുവരാമെന്ന് കരുതി. നിങ്ങളും ജുമിയും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യുകയല്ലേ, അതിന് കൂടെ ഒരാൾ മതിയല്ലോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ വിളിക്കുമെന്ന് കരുതി ഞാൻ അവിടെ ഒന്ന് പോയി അവരൊന്ന് കണ്ട് വന്നു. അബൂബക്കറും ജുമാനയും പറഞ്ഞു, അത് കുഴപ്പമില്ല, ഇത്ര നേരമായിട്ട് കാണാതിരുന്നപ്പോൾ എവിടെ പോയതാണ് എന്ന് കരുതി. എന്നാൽ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം അല്ലേ മോളെ എന്ന് ചോദിച്ചു അബൂബക്കറിക്ക. ശരി, നമുക്ക് പോവാമെന്ന് നമ്മുടെ സുമയും പറഞ്ഞു. അങ്ങനെ അവൾ ഫായിസിനെ ഫോണിൽ വിളിച്ചു. അവൻ പുറത്തൊരു ചായയൊക്കെ കുടിച്ച് വരാൻ വേണ്ടി, കാലിച്ചായയൊക്കെ കുടിച്ച് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ഓട്ടോയിൽ കയറി പോകുന്ന വഴി നമ്മുടെ സുമി പറഞ്ഞു, ഫായിസ്, നല്ലൊരു ചായക്കട കണ്ടാൽ അവിടെ നിർത്ത്, ഉപ്പാക്കിപ്പോൾ വിശന്നിട്ടുണ്ടാവും, എന്തെങ്കിലും ചായയും അതുപോലെ തന്നെ എന്തെങ്കിലും പലഹാരങ്ങളും കഴിക്കാമെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അവൻ പോകുന്ന വഴി നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അതിൻ്റെ മുൻപിൽ വണ്ടി നിർത്തി. അങ്ങനെ അവർ ബേക്കറിയിൽ കയറി.
സുമി അബൂബക്കറിക്കയോടും ജുമാനയോടും പറഞ്ഞു, ഉപ്പ, ജുമി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളൂ. നല്ല വിശപ്പുണ്ടാവും, നമ്മൾ കുറച്ച് സമയമായില്ലേ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നല്ല ചൂടുള്ള സമൂസയും അതുപോലെ തന്നെ ചൂടുള്ള പഴംപൊരിയും ചായയും അങ്ങനെ അതെല്ലാം കഴിച്ചു. ഫായിസും സുമിയും അബൂബക്കറിക്കയും ജുമാനയും വീട്ടിലേക്ക് പോന്നു. അബൂബക്കറിക്കാക്ക് അദ്ദേഹം അത്യാവശ്യം ആരോഗ്യമൊക്കെ നോക്കി ഭക്ഷണം കഴിക്കുന്നു, വാരി വലിച്ച് കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളോ ഷുഗറോ പ്രഷറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ സ്ട്രോക്ക് കാരണം അദ്ദേഹം കിടപ്പിലായി എന്നുള്ളൂ. മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം അദ്ദേഹത്തിന് ആഗ്രഹമുള്ളതെല്ലാം കഴിക്കും. അത് എന്തും അധികമായാലല്ലേ അമൃതും വിഷം എന്ന് പറയും പോലെ വാരി വലിച്ച് ഭക്ഷണം നമ്മൾ വിശപ്പ് മാറിയാലും വീണ്ടും വീണ്ടും കഴിക്കും ചിലർ. അങ്ങനെയുള്ള ആളുകൾക്കാണ് പെട്ടെന്ന് അസുഖം പിടികൂടുക. ഇഷ്ടമുള്ള സാധനങ്ങൾ ചെറുതായിട്ടൊക്കെ കഴിച്ചാൽ അങ്ങനെ കുഴപ്പമൊന്നും പൊതുവെ വരാറില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും ആരോഗ്യവാനായിരിക്കുന്നു. അങ്ങനെ അവർ വീട്ടിലെത്തി. സുമിയും ഫായിസും പറഞ്ഞു, എന്നാൽ ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ അബൂബക്കറിക്കയും അതുപോലെ തന്നെ ജുമാനയും പറഞ്ഞു, എന്നാൽ മക്കളെ ഇനി നേരം വൈകണ്ട, കുറേ സമയമായില്ലേ നിങ്ങൾ വീട്ടിൽ നിന്ന് പോന്നിട്ട്. അതുകൊണ്ട് തന്നെ വേഗം തിരിച്ചു പോയിക്കോളൂ, ശ്രദ്ധിച്ച് ഓട്ടോ ഓടിക്കണേ മോനെ എന്നെല്ലാം പറയുന്നുണ്ട് ഫായിസിനോട്. അപ്പോൾ സുമി പറഞ്ഞു, ഓക്കെ ഉപ്പ, അസ്സലാമു അലൈക്കും. ഇനി ഇൻഷാ അല്ലാ ഞങ്ങൾ നാളെ രാവിലെ വരാം. കാരണം എന്നും ഓരോ തവണ കൊണ്ടുപോയി ഫിസിയോതെറാപ്പി ചെയ്യണം. അതുപോലെ തന്നെ എക്സസൈസും കാര്യങ്ങളുമെല്ലാം രാവിലെ ഹോസ്പിറ്റലിൽ പോയി ചെയ്യണം. വൈകിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ വീട്ടിൽ നിന്ന് എക്സസൈസും പിന്നെ ചെറുതായി യോഗയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നായിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നത്. സുമിക്കും അതൊരു ആശ്വാസമായിരുന്നു. കാരണം അവൾ എന്തായാലും നമ്മുടെ ഐഷുമ്മയെ പരിചരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഉപ്പയെയും കൊണ്ട് പോകുമ്പോൾ ആ ചാൻസിൽ ഹോസ്പിറ്റലിൽ പോകാമല്ലോ എന്നാണ് അവൾ കരുതിയത്. എന്നാൽ ആ വിവരം അവൾ അബൂബക്കറിക്കയോടും അതുപോലെ തന്നെ ജുമാനയോടും പറഞ്ഞില്ല. പറഞ്ഞാൽ ഇനി അവർ എന്തെങ്കിലും എതിരഭിപ്രായം പറയും. കാരണം അത്രയും കഷ്ടപ്പെടുത്തിയതാണ് അവരെ. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അവർക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന ഒരു വേവലാതി കൊണ്ട് സുമി അവരോട് ഐഷുമ്മ ആ ഹോസ്പിറ്റലിൽ ഉള്ള വിവരം തൽക്കാലം പറഞ്ഞില്ല. അങ്ങനെ അവർ വീട്ടിലെത്തി. അവരെ കണ്ടപാടെ ഷാജഹാനിക്ക അവരോട് പറഞ്ഞു, വരൂ മക്കളെ, എന്തായി കാര്യങ്ങളൊക്കെ, പോയ കാര്യങ്ങളെല്ലാം എന്തായി എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ സുമിയും ഫായിസും പറഞ്ഞു, ഉപ്പ അൽഹംദുലില്ലാ, പോയ കാര്യമെല്ലാം റാഹത്തായി. ഡോക്ടർ പറഞ്ഞു ശരിയാക്കിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ മെഡിസിനും അതുപോലെ തന്നെ എക്സസൈസും കാര്യങ്ങളും ഫിസിയോതെറാപ്പിയും എല്ലാം ചെയ്താൽ ഉപ്പ എണീറ്റ് നടക്കാൻ സാധ്യതയുണ്ട് എന്നെല്ലാം ഡോക്ടർ പറഞ്ഞു എന്ന് നമ്മുടെ സുമിയും ഫായിസും പറഞ്ഞപ്പോൾ ഷാജഹാനിക്കാക്കും ലൈലാത്തക്കും മനസ്സിലേക്ക് ഒരു കുളിര് കയറി. അൽഹംദുലില്ലാ, എന്തായാലും പോയതിന് ഇത്രയെങ്കിലും കേട്ടപ്പോൾ ആശ്വാസമായല്ലോ എന്ന് അവർ പറഞ്ഞു. ഷാജഹാനിക്കാക്കും തൻ്റെ പ്രിയ സുഹൃത്ത് തൻ്റെ വീട്ടിലൊക്കെ ഒന്ന് ഓടി ചാടി വരണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. കാരണം അദ്ദേഹവും അവരുടെ മറ്റു സുഹൃത്തുക്കളെല്ലാം ഈ പ്രായത്തിൽ ഓടിച്ചാടി നടന്ന് ഇപ്പോഴും കുടുംബം പോറ്റും. അതെല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ സുഹൃത്ത് ഇങ്ങനെ ആയി കിടക്കുന്നതിൽ വല്ലാത്ത വിഷമമുണ്ട്. ഇതെല്ലാം ഒന്ന് മാറിക്കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സുമി പറഞ്ഞത്, ഉപ്പ, ഉമ്മ, ഒരു വിശേഷം കൂടി നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ എതിരൊന്നും പറയില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ അങ്ങനെയുള്ള ആളുകളാണെന്ന് ഞാൻ ഇവിടെ വന്ന മുതലേ എനിക്ക് മനസ്സിലായി. എല്ലാവരോടും സ്നേഹവും അതുപോലെ തന്നെ എല്ലാവരോടും കടപ്പാടുമുള്ള ആളുകളാണ് നിങ്ങൾ എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അവിടെ എൻ്റെ മുനിക്കയുടെ ഉമ്മ ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് അബോധാവസ്ഥയിൽ കിടപ്പുണ്ട്. വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്, ബോധം പോലുമില്ല, ICUവിലാണ്.
അതുകൊണ്ട് ഞാൻ ഉമ്മാക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം എന്ന് അവരോട് ഹോസ്പിറ്റലിൽ അധികൃതരോട് ഏറ്റുപോയിട്ടുണ്ട്. ഉമ്മാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉമ്മാനെ പോയിട്ട് ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉമ്മാക്ക് ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ ICUവിലായതുകൊണ്ട് ഇപ്പോൾ സിസ്റ്റർമാരും ഡോക്ടേഴ്സും എല്ലാം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഉമ്മാൻ്റെ അവസ്ഥ ഒന്ന് മെച്ചപ്പെട്ടാൽ റൂമിലേക്കൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ അവിടെ പോയി നിൽക്കേണ്ടി വരും. അപ്പോൾ ഉമ്മാൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. അതുപോലെ തന്നെ അവിടെ വീട്ടിലും ഇപ്പോൾ മുനിക്കയുടെ ഒരു വിവരം എന്താണെന്നറിയില്ല. അതുപോലെ തന്നെ ഉപ്പാൻ്റെയും കയ്യിൽ ഉമ്മാനെ നോക്കാൻ പൈസ ഉണ്ടാവില്ല. വലിയൊരു ചിലവ് തന്നെ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ മരുന്നിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയും ബില്ലിൻ്റെയും കാര്യങ്ങൾ തൽക്കാലം ഞാൻ ചെയ്യാമെന്ന് നമ്മൾ ചെയ്യാമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഉപ്പായോടും ഉമ്മയോടും ചോദിക്കാതെയാണ് ഞാൻ ആ വാക്ക് കൊടുത്തത്. തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നെല്ലാം അവൾ പറഞ്ഞു. അപ്പോൾ ഷാജഹാനിക്ക പറഞ്ഞു, എന്താണ് മോളെ നീ പറയുന്നത്? ഞങ്ങൾ എങ്ങനെ അതിന് എതിര് നിൽക്കുമോ? എൻ്റെ അബൂബക്കറിൻ്റെ കുടുംബമെന്ന് പറഞ്ഞാൽ എൻ്റെയും കുടുംബം തന്നെയല്ലേ. അവൻ്റെ ഭാര്യ അവൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയും മക്കളും. അവരെ ഞാൻ എങ്ങനെ കാണുന്നോ അതുപോലെ തന്നെയാണ് എൻ്റെ സുഹൃത്തിൻ്റെ കുടുംബത്തെയും ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ മോൾ വിഷമിക്കേണ്ട. അവിടെ എന്താവശ്യമുണ്ടെങ്കിലും മോൾ ചെല്ലേണ്ട ആവശ്യമാണെങ്കിൽ ചെന്ന് നിറവേറ്റണം. പൈസ കൊണ്ട് ചെയ്യേണ്ട ആവശ്യമാണെങ്കിൽ അതും ചെയ്യണം. കാരണം ഇപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അത്ര മോശമൊന്നുമല്ല. പിന്നെ നമ്മളിപ്പോൾ പുതിയ കടയുമെല്ലാം ഇടാൻ പോവുകയല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ബർക്കത്ത് കൊണ്ട് നമുക്ക് നല്ലതേ പടച്ചവൻ തരൂ. അതുകൊണ്ട് ഞാൻ ഒരു എതിരും നിൽക്കില്ല. എൻ്റെ മോൾ വേണ്ടത് ചെയ്തോളൂ എന്ന് ഷാജഹാനിക്കയും പറഞ്ഞു. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലൈലാത്തയും പറഞ്ഞു, അതേ മോളെ, നീ വേണ്ടത് ചെയ്യണം. നമ്മുടെ ഭാഗത്ത് നിന്ന് യാതൊരു കുറവും ഉണ്ടാകരുത് എന്ന് അവർ രണ്ടുപേരും പറഞ്ഞപ്പോൾ സുമിക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. അവൾ പറഞ്ഞു, അതുകൊണ്ടല്ല ഉപ്പ, ഇപ്പോൾ ഉപ്പാടെ കാര്യം തന്നെ നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി അതിനിടയ്ക്ക് ഉമ്മാൻ്റെ കാര്യം കൂടി ആകുമ്പോഴെല്ലാം കൂടി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ എന്ന് കരുതിയാണ് എന്നെല്ലാം അവൾ പറഞ്ഞു. അപ്പോൾ ഷാജഹാനിക്ക് പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ അബൂബക്കറിന് ആദ്യം കൊടുത്ത വാക്ക് തന്നെ അതാണ്. ഞങ്ങൾ പട്ടിണി കിടന്നാലും ഞങ്ങൾ എന്തായാലും നിൻ്റെ മോളെ പൊന്നുപോലെ ഞാൻ നോക്കും. അതുപോലെ തന്നെയാണ് എനിക്ക് അവൻ്റെ കുടുംബം. അതുകൊണ്ട് മോള് യാതൊരു വിഷമിക്കേണ്ട എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവർ പോകും. അവിടെ നിന്ന് സുമി അവളുടെ റൂമിലേക്ക് നടന്നു പോകുമ്പോൾ ഫായിസ് ചോദിച്ചു, സന്തോഷമായില്ലേ സുമി ഇപ്പോൾ നിനക്ക്? ഇപ്പോൾ എന്തായാലും നിൻ്റെ ഈ മുഖം കാണുമ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് എന്ന് അവൻ പറഞ്ഞു. നമ്മുടെ സുമിക്കും അതെ, ഇങ്ങനെയൊരു കുടുംബം തന്നെ ആശ്വസിപ്പിക്കാൻ ഇത്രയധികം വലിയ മനസ്സുള്ള ഒരു കുടുംബത്തിൽ വന്നുപെട്ടത് അവളുടെ ഭാഗ്യമാണെന്ന് കരുതി അവൾ അള്ളാഹിനെ മനസ്സറിഞ്ഞ് സ്തുതിച്ചു. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മുടെ മുനീർ വീട്ടിലെത്തിയിട്ടുണ്ട്. അവനെ കണ്ടപാടെ റഹീമ ചോദിച്ചു, എന്താ മുനി, ആകെ ക്ഷീണിതനായിട്ടുണ്ടല്ലോ, എന്തു പറ്റി? നീ ആകെ തകർന്ന പോലെയുണ്ടല്ലോ എന്ന് അവൾ ചോദിച്ചു. ബഷീർ മുതലാളിയും ചോദിച്ചു, എന്താ മുനീറെ, എന്തു പറ്റി? ഡോക്ടർ എന്താണ് പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നല്ല അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അതെല്ലാം വേദനയെല്ലാം കുറച്ച് മുൻപ് വരെ നല്ല വേദനയായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ക്ഷീണമാണ്. ഞാൻ ഒന്ന് റൂമിൽ പോയിക്കോട്ടെ, എനിക്കൊന്ന് കിടക്കണം എന്നെല്ലാം പറഞ്ഞ് അവൻ റൂമിലേക്ക് പോയി. ഇതിപ്പോൾ എന്താ കഥ എന്നറിയാതെ റഹീമയും അവൻ്റെ പിന്നാലെ പോയി. മുനീർ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. കാരണം അവൻ വിചാരിച്ചത് ഉമ്മായോട് പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഉമ്മ എന്തെങ്കിലും ഒരു പോംവഴി നിർദ്ദേശിച്ചു തരും. കാരണം പൊതുവെ എന്തെങ്കിലും കൗശല ബുദ്ധിയും കുബുദ്ധിയും ഉപദേശിക്കാൻ ഐഷുമ്മ മിടുക്കിയാണ്. അതുപോലെ തന്നെ തൻ്റെ ഈ അവസ്ഥക്കും എന്തെങ്കിലും ഒരു മാറ്റം വരാൻ പറ്റിയ എന്തെങ്കിലും ഉമ്മ പറഞ്ഞു തരും എന്നെല്ലാം പ്ലാൻ ചെയ്താണ് അവൻ വീട്ടിൽ പോയത്.
വീട്ടിൽ പോയപ്പോൾ അതിലേറെ വലിയ അവസ്ഥ. കാരണം ഉമ്മ എവിടെയാണെന്നറിയില്ല. വീടാണെങ്കിൽ അടച്ചു പൂട്ടി ആകെ മാറാലയും പൊടിയും ചപ്പുചവറും നിറഞ്ഞ് അനാഥമായി കിടക്കുന്നു. ഇനി താൻ എന്ത് ചെയ്യും? ഇനി ഇവിടെ താൻ പെട്ടത് തന്നെ എന്നെല്ലാം അവൻ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. നാളെ മുതൽ ആ സൂപ്പർ മാർക്കറ്റിൽ പോയി ഇരിക്കണം. അതും ഒരു കാരാഗൃഹം തന്നെയാണ് എന്നെല്ലാം അവൻ കരുതുന്നുണ്ട്. പിന്നാലെ നടന്ന് സ്വൈരം കൊടുക്കുന്നില്ല. എന്ത് പറ്റിയെന്ന് പറയ് മുനി. അതോ നിനക്ക് നാളെ ഷോപ്പിൽ പോവാൻ ഇഷ്ടമില്ലേ? അതെല്ലാം ആലോചിച്ചിട്ടാണോ ഇപ്പോൾ പെട്ടെന്ന് വന്ന ഈ തലവേദനയും വയറുവേദനയും? ഇഷ്ടമില്ലെങ്കിൽ നീ അത് പറ എന്നെല്ലാം അവൾ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊരു സ്വൈരം താ റഹീമ, എനിക്കൊരു സ്വൈരം താ, എനിക്ക് തീരെ വയ്യ, എനിക്ക് ഭയങ്കര ക്ഷീണം, എനിക്കൊന്ന് കിടക്കണം എന്നെല്ലാം അവൻ പറയുന്നുണ്ട്. അപ്പോൾ റഹീം പറഞ്ഞു, അല്ലെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയില്ലല്ലോ, മനസ്സിൽ വെച്ചിരിക്കുകയല്ലേ. നിനക്ക് ഇവിടെ നിൽക്കുന്നതും അതേപോലെ തന്നെ കടയിൽ പോകുന്നതൊന്നും ഇഷ്ടമില്ലെങ്കിൽ നീ ഇവിടുന്ന് പൊയ്ക്കോ. ഞാൻ എൻ്റെ പാട് നോക്കി ഞാൻ കഴിഞ്ഞോളാം. നീ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പൊയ്ക്കോ. പിന്നെ ഞാൻ നിനക്ക് ഉണ്ട് എന്ന് നീ കരുതരുത് എന്നെല്ലാം പറയുന്നുണ്ട് അവൾ. മുനീർ ഇതിനൊന്നും മറുപടി പറഞ്ഞില്ല. അവന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ക്ഷീണവുമുണ്ട്. നേരത്തെ പറഞ്ഞ കള്ളങ്ങളെല്ലാം ഇപ്പോൾ ശരിയായി എന്നവന് തോന്നി. അവൻ വിചാരിച്ചു, സുമിയായിരുന്നു ഏറ്റവും നല്ലത്. തന്നെ മനസ്സിലാക്കിയിരുന്ന പെണ്ണായിരുന്നു അവൾ. എന്നാൽ താനൊരിക്കലും അത് മനസ്സിലാക്കാനോ അവളോടൊന്ന് സംസാരിക്കാനോ എന്തിന് അവളെ ശരിക്കൊന്ന് നോക്കാനോ താൻ മുതിർന്നിട്ടില്ല. തൻ്റെ ആവശ്യങ്ങൾ, ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വെറും ഒരു യന്ത്രം. അതിലപ്പുറം അവൻക്ക് അവളോടൊരു സ്നേഹമോ ഇഷ്ടമോ ഒന്നും തോന്നിയിരുന്നില്ല. അല്ലെങ്കിലും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നാണല്ലോ ചൊല്ല്. കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില അറിയുകയുള്ളൂ എന്നാണല്ലോ പഴമക്കാർ പറയുന്നത്. അതുപോലെ തന്നെ അവന് മനസ്സിൽ തോന്നി, താൻ നഷ്ടപ്പെടുത്തിയത് വലിയൊരു മാണിക്യക്കല്ലിനെയായിരുന്നു. അത് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഈ കുപ്പത്തൊട്ടിയിലെ ഈ വെറും കല്ലിനെ ഞാൻ എടുത്തിരിക്കുന്നത് എന്നെല്ലാം അവൻ മനസ്സിൽ കരുതി. അങ്ങനെ ആ ഒരു ക്ഷീണത്തിൽ അവൻ അവിടെ കിടന്ന് മയങ്ങിപ്പോവുകയും ചെയ്തു. റഹീമയും അവൻ്റെ കൂടെ കിടന്നു. അവളും പാതി മയക്കത്തിലേക്ക് വഴുതി വീണു. ആ സമയത്ത് നമ്മുടെ മുനീർ ഒരു മനോഹരമായ സ്വപ്നം കാണുകയായിരുന്നു. അവൻ ഇങ്ങനെ പനിച്ച് തലവേദനിച്ച് വയ്യാതെ കിടക്കുകയാണ്. ആ സമയത്താണ് മാലാഖയെപ്പോലെ സുന്ദരിയായ ഒരു പെണ്ണ്. അവൾ വന്ന് അവൻ്റെ നെറ്റിയിൽ തലോടിയത് എന്തു പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു, എനിക്ക് വല്ലാതെ തലവേദന എടുക്കുന്നു എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ കുറച്ച് ബാം പുരട്ടി തഴുകിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കുറച്ച് ബാം പുരട്ടി അവൻ്റെ നെറ്റിയിൽ തലോടി കൊടുത്തു. ആ ഒരു തലോടലിൽ അവൻ്റെ എല്ലാ വേദനയും മറന്നതുപോലെ തോന്നി അവൻക്ക്. കൈകൾക്ക് എന്തെന്നില്ലാത്ത തണുപ്പ് തോന്നി. അവൻ്റെ എല്ലാ വേദനയും മറന്ന് അവൻ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പടച്ചവനെ, ഇത് എൻ്റെ സുമിയല്ലേ? അവൻ അറിയാതെ വിളിച്ചു, സുമി സുമി എന്നെല്ലാം അവനിങ്ങനെ ഒരു ഉറക്കപ്പിച്ച് പോലെ വിളിച്ചു. എന്നാൽ ഈ സമയത്താണ് നമ്മുടെ റഹീമ ഞെട്ടി ഉണർന്നത്. ഞെട്ടി ഉണർന്ന് അവൾ എന്താണൊരു ശബ്ദമെന്ന് വിചാരിച്ച് ചെവി കൂർപ്പിച്ചപ്പോൾ നമ്മുടെ മുനീർ കിടന്ന്, സുമി, എൻ്റെ സുമി, എന്നെ വിട്ട് പോവല്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേട്ടതും നമ്മുടെ റഹീമക്ക് തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ മനസ്സിൽ വിചാരിച്ചു, ഓഹോ, അപ്പോൾ ഇതാണല്ലേ മനസ്സിലിരിപ്പ്. എൻ്റെ കൂടെ കിടക്കുമ്പോഴും ഇപ്പോഴും പഴയ ഭാര്യയാണ് മനസ്സിൽ. എന്നാൽ പിന്നെ അവളുടെ അടുത്തേക്ക് പോയിക്കൂടെ ഇവന്? എന്തിന് എൻ്റെ കൂടെ കിടക്കുന്നു എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് അവൾ നമ്മുടെ മുനീറിനെ ആഞ്ഞൊരു തള്ളു കൊടുത്തു. മുനീർ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതാണല്ലേ നിൻ്റെ മനസ്സിലിരിപ്പ് എന്നെല്ലാം അവൾ പുലമ്പുന്നുണ്ട്. മുനീർ പെട്ടെന്ന് ചാടി എണീറ്റു. അപ്പോഴാണ് അവൻക്ക് സ്ഥലകാലബോധമുണ്ടായത്. താൻ കണ്ടതെല്ലാം വെറും പാഴ്ക്കിനാവാണ്. ഇനി ഒരിക്കലും തൻ്റെ സുമി തൻ്റെ അടുത്തേക്ക് തിരിച്ചു വരില്ല എന്നെല്ലാം മനസ്സിലായത്. അപ്പോൾ നമ്മുടെ റഹീം അവനോട് ചോദിച്ചു, അത് ശരി, എൻ്റെ കൂടെ കിടക്കുമ്പോഴും പഴയ ഭാര്യയാണ് നിൻ്റെ മനസ്സിൽ അല്ലേ? വെറുതെയല്ല കുറച്ച് ദിവസമായിട്ട് എന്നെ ഒരു മൈൻഡുമില്ലാത്തത്.
ഇതാണല്ലേ മനസ്സിലിരിപ്പ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. മുനീറിന് ആകെ ടെൻഷനായി. ഇനി ശബ്ദമെല്ലാം കേട്ട് അവളുടെ ഉപ്പയും വീട്ടുകാരും വന്നു കഴിഞ്ഞാൽ പെട്ടത് തന്നെ. അവൻ പറഞ്ഞു, റഹീമ, എനിക്ക് അറിയാതെ ഒരു അബദ്ധം പറ്റിയതാണ്. ഞാനൊരു സ്വപ്നം കണ്ടിട്ട് അറിയാതെ വിളിച്ചു പോയതാണ്. അപ്പോഴും അവൾ കരച്ചിൽ നിർത്തുന്നില്ല. എനിക്കറിയാം, എന്നെ അല്ലെങ്കിലും ഇപ്പോൾ വേണ്ട നിനക്ക് അവളെ മതി. ഇനി ഞാൻ ഈ റൂമിൽ കിടക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പുറത്തേക്ക് വാതിലും വലിച്ചടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആകെ പേടിച്ചു പോയി. എങ്ങനെയെങ്കിലും അവളുടെ കൂടെ പോയി അവളെ സോപ്പിട്ട് തിരികെ കൊണ്ടുവരണം എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് അവൻ അവളുടെ കൂടെ പോയി. എന്നിട്ട് പറഞ്ഞു, സത്യമായിട്ടും ഇനി ഒരിക്കലും തെറ്റ് പറ്റില്ല. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് റഹീമ. വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക? പിന്നെ ആകെ പ്രശ്നം വഷളാവും. നീ എന്തായാലും റൂമിലേക്ക് വാ എന്നെല്ലാം പറഞ്ഞ് ഒരുവിധം അവളെ സമ്മതിപ്പിച്ച് അവൻ അവളെയും കൊണ്ട് തിരികെ റൂമിലേക്കെത്തി. അതിൻ്റെ ശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ കിടന്നു. എന്നാൽ രണ്ടുപേർക്കും ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല.